നമസ്കാരം. കാനഡയിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ. കനേഡിയൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. കാനഡയിൽ വിഘടനവാദത്തിനും തീവ്രവാദത്തിനും ആക്രമണത്തിനും അവസരം നൽകുന്നതിന് തെളിവാണ് ഇതൊക്കെ എന്നുള്ള വിമർശനം തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം നിലപാട് തുടരുന്നത് ഇരു രാജ്യങ്ങളുടെയും പരസ്പര ബന്ധത്തെ ബാധിക്കുമെന്നും കാനഡയിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നുകൂടി ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെയുള്ള ഉയർന്ന നേതാക്കൾ തന്നെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അതേസമയം ഈ ചടങ്ങിൽ പങ്കെടുത്ത ജസ്റ്റിൻ ട്രൂഡോ ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്കെതിരായുള്ള ആരോപണം പരോക്ഷമായി വീണ്ടും ഉന്നയിച്ചിട്ടുമുണ്ട്. കാനഡയിലെ സിഖുകാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും തങ്ങൾ എപ്പോഴും സംരക്ഷിക്കുമെന്നും ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ തങ്ങൾ സമ്മതിക്കില്ല എന്നുകൂടി ജസ്റ്റിൻ ട്രൂഡോ പറയുകയുണ്ടായി. എന്തായാലും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വിദേശത്ത് ഖാലിസ്ഥാനികൾ തലപൊക്കാറുള്ളത് പതിവ് കാഴ്ച തന്നെയാണ്. പഞ്ചാബിൽ അടക്കമുള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തക്കതായ ചില പ്രസ്താവനകൾ കൂടി അവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകാറുമുണ്ട്. എന്തായാലും കാനഡയിൽ നടന്നിരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ, അതും അവിടുത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തിരിക്കുന്ന ഒരു ചടങ്ങിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉയർന്നതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.